ലോക സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി വിയറ്റ്നാം മാറുന്നു. യുദ്ധക്കെടുതിയുടെ നോവായ പഴയ വിയറ്റ്നാമല്ല ഇപ്പോഴത്തെ വിയറ്റ്നാം. കാഴ്ചയുടെ വിരുന്നൊരുക്കി ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഓർമ്മകളാണ് വിയറ്റ്നാം സഞ്ചാരികൾക്ക് നൽകുന്നത്. കൊച്ചിയിൽ നിന്ന് അർദ്ധരാത്രി പുറപ്പെടുന്ന വിമാനം 6 മണിക്കൂർ കൊണ്ട് വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയിലെത്തും. വിമാനത്തിലെ ചെറിയ ജാലകത്തിലൂടെ രാത്രിയിലെ കാഴ്ചകൾ കണ്ടിരിക്കാം. പുലർച്ചെ മേഘപാളികൾക്കിടയിലൂടെ പഴയ സേഗോൺ നഗരത്തെ ലക്ഷ്യമാക്കി വിമാനം പറന്നിറങ്ങും. ഇന്നത്തെ ഹോച്ചിമിൻ സിറ്റി. വിദേശികൾക്കൊപ്പം ഒട്ടേറെ മലയാളികളുമുണ്ട് വിമാനത്താവളത്തിൽ. കറൻസി മാറ്റാനും സിം കാർഡ് എടുക്കുന്നതിനുമൊക്കെയായി ചെറിയ കൗണ്ടറുകൾ, ഡ്യൂട്ടി പേ ഷോപ്പുകളുമുണ്ട്. വിമാനത്താവളത്തിലെത്തുന്നവരെ കൂട്ടിക്കൊണ്ടുപോകാൻ കാത്ത ടൂറിസ്റ്റ് ഗൈഡുകൾ. വിമാനത്താവളത്തിൽ ചെറിയ ഫുഡ് കോർട്ടുകളുമുണ്ട്. നഗരം ചുറ്റിക്കാണാൻ ഡബിൾ ഡെക്കർ ബസ്സുകൾ. മലയാളികളുണ്ട്. നമ്മുടെ രാജ് കലേഷ് ഉൾപ്പെടെയുള്ള ആളുകളാണ് എനിക്കൊപ്പം ഉള്ളത്. നമുക്ക് അദ്ദേഹത്തിലേക്കൊക്കെ പോകാം, അദ്ദേഹത്തിന്റെ അഭിപ്രായം ഒക്കെ ചോദിക്കാം. അപ്പം നിരവധി മലയാളികൾ ഈ ഘട്ടത്തിൽ എനിക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് വിയറ്റ്നാമിൽ വന്നിട്ട്? അടിപൊളിയാണ്, നല്ല എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പിന്നെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ. വിയറ്റ്നാം ഒക്കെ കണ്ടോ? പിന്നെ കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും കാണാൻ കുറെ കാഴ്ചകളുണ്ട്. നമ്മളതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വളരെ എക്സൈറ്റഡ് ആണ്. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് പിന്നെ ഹോച്ചിമിൻ സിറ്റിയിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പം എല്ലാവരും എക്സൈറ്റഡ് ആണ്, ഞാൻ മാത്രമല്ല. പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ആയിട്ടുള്ള യാത്ര ഒരുപാട് എന്താ പറയാ, ഒരു ആവേശം തരുന്നുണ്ട് നമുക്ക്. നമ്മളിതൊരു ടി വിയിൽ അല്ലെങ്കിൽ മറ്റേ സന്തോഷ് കുളങ്ങരയിൽ കേട്ട പോലെ അമ്പരചുംബികളായിട്ടുള്ള ബിൽഡിങ്ങുകൾ, അതിൻ്റെ ഇടയിൽ ഒരു യാത്ര, അതും ഫോറിൻ യാത്ര, വളരെ എന്താ പറയാ, വളരെ എക്സൈറ്റിംഗ് ആണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഡബിൾ ഡെക്കർ ബസ് നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടെങ്കിലും ഒഡീഷയിലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഇവിടുത്തെ ഫസ്റ്റ് വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മളൊരു ഇന്ത്യക്കാരനാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ഒരു ചിരി സമ്മാനിക്കുന്നുണ്ട് എല്ലാവർക്കും. നിരത്തുകളിൽ അധികവും ഇരുചക്ര വാഹനങ്ങളാണ്. വികസനത്തിനൊപ്പം പരിസ്ഥിതിയെയും കാത്തുസൂക്ഷിക്കുന്ന നഗരം. വിയറ്റ്നാം യുദ്ധാനന്തരം സ്വതന്ത്ര വിയറ്റ്നാമിന്റെ ആദ്യ പ്രസിഡന്റായ ഹോച്ചിമിനോടുള്ള ആദരപൂർവ്വമാണ് സൈഗോൺ ഹോച്ചിമിൻ നഗരമെന്ന് നാമകരണം ചെയ്യപ്പെട്ടത്. വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഹോച്ചിമിന്റെ പ്രതിമയ്ക്ക് മുന്നിലാണുള്ളത്. യുദ്ധത്തിന്റെയും പോരാട്ടത്തിന്റെയും അതിലുപരി സ്വാതന്ത്ര്യത്തിന്റെയും ചരിത്രമുറങ്ങുന്ന നാടാണ് വിയറ്റ്നാം. ഒപ്പം മനോഹരമായ കാഴ്ചകളുടെ പറുദീസയും വിയറ്റ്നാം ഒരുക്കിയിട്ടുണ്ട്. വിയറ്റ്നാമിൽ നിന്ന് വിനീത വിജി, 24. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ, കൊച്ചിയിൽ നിന്നൊരു ഒറ്റ പറപ്പായിരുന്നു. പറന്നങ്ങ് ഹോച്ചിമിൻ സിറ്റിയിൽ ഇറങ്ങിയിരിക്കുകയാണ് വിയറ്റ്നാമിൽ നിന്ന് വിനീത വിജിയുടെ കൂടുതൽ റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിലും വരുന്ന ബുള്ളറ്റിനുകളിലും നമ്മൾ പ്രതീക്ഷിക്കുന്നു. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.